ഹരി ഓം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നാളെ 2026 ജൂലൈ മാസം 8-ാം തീയതിയാണ്. കൊല്ലവർഷം 1201 മിഥുന മാസം 24-ാം തീയതി ബുധനാഴ്ച. വിഘ്ന നിവാരണനായ ഗണപതി ഭഗവാനും ജ്ഞാനകാരകനായ ബുധദേവനും ഒരുപോലെ പ്രസാദിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ശുഭദിനമാണ് നാളത്തെ പുലരിയോടുകൂടി നമ്മളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ജ്യോതിഷപരമായും പഞ്ചാംഗപ്രകാരവും നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ നാളെ വിന്യസിക്കപ്പെടുന്നത് ചില നക്ഷത്രക്കാരുടെ കഷ്ടപ്പാടുകൾക്ക് ശാശ്വത പരിഹാരം നൽകിക്കൊണ്ടാണ്. നാളെ പുലർച്ചെ മുതൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്ര ഊർജം നമ്മുടെ ജീവിതത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന് നമുക്കൊന്നറിയണം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നാളെ മഹാഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളെ കൃത്യമായി നമുക്ക് ഓരോ അധ്യായത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ അധ്യായങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ദിനവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായി സൂചനകൾ നൽകുന്നത് അല്ലെങ്കിൽ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് പഞ്ചാംഗം വിശകലനം ചെയ്യുമ്പോഴൊക്കെയാണ്. അപ്പോൾ നാളെ ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ബുധനാഴ്ച ദിവസമാകയാൽ തന്നെ സൂര്യോദയ സമയത്ത് നിലനിൽക്കുന്നത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. ഏകദേശം ഉച്ചയോടുകൂടി ഒരു 12:22 അഷ്ടമി മാറി നവമി തിഥിയായിരിക്കും പിന്നീട് ആരംഭമാകുന്നത്. അതിലും പ്രധാനമായി നാളത്തെ ദിവസത്തെ ഭരിക്കുന്നത് നക്ഷത്രമണ്ഡലത്തിലെ അവസാന നക്ഷത്രം, അതായത് രേവതി നക്ഷത്രമാണ്. അപ്പോൾ നാളെ വൈകിട്ട് 3:53 വരെ രേവതി നക്ഷത്രമായിരിക്കും. അതിനുശേഷമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ആ ഒരു കടന്നുവരവ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ ഗ്രഹവിന്യാസം എങ്ങനെയാണെന്ന് നോക്കാം. പ്രപഞ്ചത്തിൻ്റെ നാഥനായ സൂര്യഭഗവാൻ മിഥുനരാശിയിൽ ബുധനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. ബുധൻ്റെ സ്വന്തം ദിവസമായ ബുധനാഴ്ചയാണ് നാളെ. സൂര്യനും ബുധനും ഒന്നിച്ചു നിൽക്കുന്നതിലൂടെ അതിശക്തമായ ബുധാദിത്യ യോഗം പൂർണ്ണ പ്രഭയോടുകൂടി നിലനിൽക്കുന്ന ദിവസം. അപ്പോൾ ചന്ദ്രൻ നാളെ മീനൻ രാശിയിലാണ്, വ്യാഴം അതിൻ്റെ ശുഭസ്ഥാനത്തും. അപ്പോൾ ശനി ഭഗവാൻ കുംഭം രാശിയിലും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രഹവിന്യാസം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. അതായത് ബുധാദിത്യ യോഗത്തിൻ്റെ സ്വാധീനം മൂലം നമ്മൾ മനുഷ്യരുടെ ചിന്താതലത്തിൽ അല്ലെങ്കിൽ ചിന്താശേഷിയും വിവേകവുമൊക്കെ നാളത്തെ ദിവസം വർദ്ധിക്കുന്നതാണ്. അപ്പോൾ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ ഗ്രഹങ്ങൾ നമ്മളെ ഒരുപാട് പ്രേരിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത കൊണ്ടുവരാൻ ഈ ഗ്രഹങ്ങളുടെ വിന്യാസം നാളത്തെ ദിവസം നമ്മൾ ഭൂമിയിൽ വസിക്കുന്നതായ മനുഷ്യരെ ഒരുപാട് സഹായം ചെയ്യുന്നത്. അപ്പോൾ രേവതി നക്ഷത്രത്തിൻ്റെ ദേവത പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ പൂക്ഷാവാണ്. അപ്പോൾ യാത്രക്കാരുടെ സംരക്ഷകൻ കൂടിയാണ് ഈ ഒരു ദേവൻ. അതിനാൽ തന്നെ നാളത്തെ ദിവസത്തിൻ്റെ പൊതുവായ പ്രഭാവം എന്തെന്ന് നോക്കിയാൽ വഴിമുട്ടി നിന്നിരുന്നതായ കാര്യങ്ങൾ, അതായത് തടസ്സപ്പെട്ടിരുന്നതായ കാര്യങ്ങൾക്ക് ഒരു പുതിയ വഴി തുറന്നു കിട്ടുന്ന ദിവസമായിരിക്കും. മനസ്സിൽ ഇതുവരെ അടിഞ്ഞുകൂടിയതായ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറേ നാളുകളായി കൊണ്ടു നടന്നിരുന്നതായ അനാവശ്യ ഭയങ്ങളുണ്ടാകും, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുണ്ടാകും. അതൊക്കെ ഒന്ന് മാറി മനസ്സമാധാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ടോട്ടലി പോസിറ്റീവ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇനി കൂടാതെ നാളെ ദൂരയാത്രയ്ക്കോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് പരമായ ചർച്ചകൾക്കോ ഒക്കെ തുടക്കം കുറിക്കുന്നതിനും വളരെയേറെ ഐശ്വര്യപ്രദമായ ഒരു ദിവസമായിരിക്കും ഗ്രഹവിന്യാസങ്ങൾ നിമിത്തം നോക്കിയിട്ട്. ഇനി നമുക്ക് നാളത്തെ ആ അനുകൂല ഗ്രഹവിന്യാസം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെയും ഭാഗ്യവർദ്ധനവിനെയും ഒക്കെ നൽകാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഭാഗ്യം അനുഭവത്തിൽ വരാൻ പോകുന്ന നക്ഷത്രക്കാരിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് അത്ഭുതകരമായ ഭാഗ്യങ്ങൾ നാളത്തെ ദിവസം വരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ആയില്യമാണ്. അപ്പോൾ ബുധൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ
കാര്യവിജയവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്നതായ ഒരു ദിവസമാണ്. നാളത്തെ ദിവസം നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വിജയം കരസ്ഥമാക്കാം. മനസ്താപം വേണ്ടി വരില്ല. ഇനി തൊഴിൽ രംഗത്താണെങ്കിലും കുറേ നാളുകളായി ആഗ്രഹിച്ച മാറ്റങ്ങളെ നിങ്ങൾക്ക് നാളത്തെ ദിവസം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പോലും വലിയൊരു മോചന വന്നു ചേരുന്നതായ സമയങ്ങൾക്കൊരു തുടക്കം കൂടിയാകുകയാണ് നാളത്തെ ദിവസം. അപ്പോൾ വാക്കുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാകട്ടെ നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീര് കണ്ട് ആനന്ദിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് അതൊരു പരാജയമായി മാറാൻ പോകുന്ന സമയം, അതായത് നിങ്ങളുടെ കണ്ണീരുകൾ ഇനി വീഴാൻ പോകില്ല ഭൂമിയിലേക്ക്, നിങ്ങൾക്കിനി സന്തോഷത്തിൻ്റെ സുദിനം തുടങ്ങുന്നു എന്ന് സാരം. അപ്പോൾ അതിനൊരു തുടക്കമായി മാറുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഇനി ചോദ്യ നക്ഷത്രക്കാർക്ക് നാളെ അപ്രതീക്ഷിത ധനലാഭത്തിനൊക്കെയുള്ള യോഗമുണ്ട്. അപ്രതീക്ഷിത ധനം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് ലോട്ടറിയിൽ നിന്നുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ധനയോഗമാണ്. അപ്പോൾ ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ ഒരുപാടൊന്നും എടുക്കാൻ നിൽക്കേണ്ട, ഒരെണ്ണം നിങ്ങൾക്ക് ഒന്ന് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഭാഗ്യം എനിക്ക് അനുകൂലമാണോ എന്ന് ഒന്ന് പരീക്ഷിക്കാം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ചോദ്യ നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളെ ഒരു ലോട്ടറിയൊക്കെ എടുക്കാവുന്നതാണ്. ധനലാഭത്തിനുള്ള യോഗം കാണുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, അത് ഇതുവരെ മേലധികാരിയിൽ നിന്ന് ഒരു സമ്മാനങ്ങളും അല്ലെങ്കിൽ ഇതുവരെ ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ലെങ്കിൽ നാളത്തെ ദിവസം വാക്കുകൾ കൊണ്ടുള്ള അംഗീകാരമെങ്കിലും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ വീടോ വാഹനമോ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്കും നാളെ ഐശ്വര്യത്തിൻ്റെ ദിവസമാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്നതായ കലഹങ്ങളൊക്കെ മാറി സമാധാനം വരികയും കടബാധ്യതകൾ തീർക്കാനുള്ള സുവർണ അവസരം ചിലപ്പോൾ ജോലിയായിട്ടായിരിക്കും അല്ലെങ്കിൽ ചില സഹായങ്ങൾ വാഗ്ദാനങ്ങളായിട്ടായിരിക്കും. ഏതായാലും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കടങ്ങളെ വിടുതൽ ചെയ്യാൻ അല്ലെങ്കിൽ കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ചില സഹായ ഹസ്തങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ഇനി രേവതി നക്ഷത്രം, അതായത് നാളെ രേവതിക്കാരുടെ സ്വന്തം നക്ഷത്രം തന്നെയാണ് നാളെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരട്ടി ഈശ്വരാനുഗ്രഹം നാളത്തെ ദിവസം രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. മുടങ്ങിക്കിടക്കുന്നതായ വിവാഹ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സുദിനമായിരിക്കും നാളെ. അപ്പോൾ നാളത്തെ ദിവസം ഈ 4 നക്ഷത്രക്കാർക്കായിരിക്കും ഏറ്റവും ഭാഗ്യവും ഐശ്വര്യവും സമൃദ്ധിയും ഒന്നുപോലെ വന്നു ചേരുന്നത്. ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവ് എന്ന് തന്നെ നാളത്തെ ഈ ഗ്രഹ മാറ്റം അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങൾ സാക്ഷ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകാനായി പോകുന്നത്. ഒരു വലിയ മാറ്റം നാളത്തെ ദിവസം തീർച്ചയായും ഈ 4 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് നൽകുന്നുണ്ട്. അപ്പോൾ ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക വേണം. അതായത് മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർ നാളെ പകൽ സമയങ്ങളിൽ അനാവശ്യ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതേപോലെ ഉച്ചയ്ക്ക് 12:29 മുതൽ 2:05 വരെ ആയിരിക്കും രാഹുകാലം വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രധാനപ്പെട്ട കരാറുകളിലോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും തന്നെ ഇറങ്ങുന്നത് ശുഭകരമായിരിക്കില്ല. അത് ശുഭഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഏത് നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതിന് രാവിലെ തന്നെ വിഘ്നേശ്വരനായ ഭഗവാൻ ഗണപതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. കറുകമാലയോ മുക്കുറ്റുമാലയോ ഒക്കെ സമർപ്പിച്ച് ദോഷങ്ങളെല്ലാം അകറ്റാനായി ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. അതല്ല ഗണപതി ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ദൂരെയാണെന്നെങ്കിൽ വിളക്ക് വയ്ക്കുമ്പോൾ തന്നെ 21 മുക്കുറ്റി അല്ലെങ്കിൽ കുറച്ച് കറുകയുണ്ടെങ്കിൽ കറുക ഇതെല്ലാം കൊണ്ടുവന്ന് ഗണപതി ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചാൽ മതി. ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനെ പോയി ചെയ്താൽ മാത്രമേ പുണ്യം കിട്ടൂ എന്നല്ല. പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ തന്നെ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. കറുകമാല കെട്ടിയിടാവുന്നതാണ്, അല്ലെങ്കിൽ മുക്കൂറ്റിമാല കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഭഗവാന് മാല ഹാരമായി ചാർത്താവുന്നതാണ്. അങ്ങനെ എന്തും ചെയ്യാം. നമ്മുടെ മനസ്സാണല്ലോ ഏറ്റവും വലിയ ദേവാലയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് നമ്മൾ ചെയ്യുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും എല്ലാം തുല്യ ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം ക്ഷേത്രാന്തരീക്ഷം നമ്മളിൽ കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവരികയും നമ്മളുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ നെഗറ്റിവിറ്റി എല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അകറ്റിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിയുന്ന അതുപോലെ തന്നെ അടുത്തൊരു ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുന്നത് ഉത്തമം തന്നെയാണ്. സാധിക്കുന്നില്ല, കാലുവേദനയുണ്ട് അല്ലെങ്കിൽ ശരീരം അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് സർവ്വവിഘ്നങ്ങളും മാറ്റും, അല്ലെങ്കിൽ സർവ്വവിഘ്നങ്ങളും നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് ഒരുപാട് സഹായകമാകും.
സുഹൃത്തുക്കളെ, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമ്മുടെ വഴിവിളക്കുകൾ മാത്രമാണെന്ന് എപ്പോഴും മനസ്സിൽ കരുതി ഓർത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ, അതേപോലെ നമ്മൾ ചെയ്യുന്ന കഠിനമായ അധ്വാനം, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ ഐശ്വര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം രേവതി നക്ഷത്രത്തിൻ്റെ പുണ്യത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.